NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ പറ്റില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ പിണറായി വിജയൻ RSS നേതാക്കളെ ഒളിച്ചുപോയി കണ്ടതുപോലെയല്ല താൻ ഹിന്ദു ഐക്യവേദിക്കാരെ കണ്ടത്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ MR അജിത് കുമാറിനെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വിവാദം മാധ്യമ സൃഷ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ വിളിച്ചപ്പോൾ ബജറ്റിന്റെ തിരക്കിലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഫോൺ എടുത്തത്. താൻ പിന്നീട് തിരിച്ചു വിളിച്ചിരുന്നു. G. സുകുമാരൻ നായർ കാണണമെന്നാവശ്യപ്പെട്ടു. കാണാമെന്ന് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. വളരെ കോഡിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണെന്നും വി ഡി സതീശന്റെ വിശദീകരണം. ഞാൻ കോൺഗ്രസിന്റെ UDF-ന്റെ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങുകയാണെന്നാണ്. പിണറായി വിജയൻ ചെയ്തതുപോലെ ഒളിച്ചുപോയല്ല താൻ ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടതെന്നും മുഖ്യമന്ത്രി. ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. കൊല്ലൂർ മൂകാംബിക ദർശനത്തിലുയർന്ന വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. When I am going for Mookambika temple, it is my personal right. I have a constitutional right to believe in the God. How can he say that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ ഉടനടി നടപടി വേണ്ടായെന്നാണ് സർക്കാരിന്റെ തീരുമാനം. പക്ഷേ മുഖ്യമന്ത്രിയുടെ പഴി മാധ്യമങ്ങൾക്ക്. നിങ്ങൾക്ക് പല ആളുകൾക്ക് പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക് മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിന്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്, ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ചും മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു. DMRC സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി നിയോഗിച്ച വിദഗ്ധ സമിതി പരിശോധിച്ചു. വിശദമായ പഠനത്തിന് ശേഷം മാത്രം പദ്ധതിയെന്ന സമിതിയുടെ വിലയിരുത്തലിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. PM ശ്രീ വിഷയം അടുത്ത മന്ത്രിസഭായോഗത്തിലായിരിക്കും ചർച്ച ചെയ്യുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.